നമസ്തേ ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുത്ത പോലീസുകാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു. 2 പോലീസുകാർക്കാണ് സസ്പെൻഷൻ. ഡിവൈഎസ്പിയുടെ ഡ്രൈവർ, AR ക്യാമ്പിലെ പോലീസുകാരൻ എന്നിവർക്കാണ് സസ്പെൻഷൻ. തമ്മനം ഫൈസലിൻ്റെ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിൻ്റെ അങ്കമാലിയിലെ വീട്ടിലായിരുന്നു വിരുന്നൊരുക്കിയത്. ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും പോലീസുകാരുമാണ് വിരുന്ന് സൽക്കാരത്തിന് എത്തിയത്. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ നടക്കും. സംസ്ഥാനത്തെ ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺകുമാറും തിരുവനന്തപുരത്ത് നിന്ന് R രാജീവും ചേരുന്നു. ആദ്യം കിരണിലേക്ക് പോവുകയാണ്. കിരൺ, ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം, അതിൽ പുതുമയൊന്നുമില്ല, അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സിനിമകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇവിടെ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസൽ ഒരുക്കിയ വിരുന്നിൽ, അങ്കമാലിയിലെ ഫൈസലിൻ്റെ വീട്ടിൽ ഒരുക്കിയ വിരുന്നിൽ ആലപ്പുഴയിലെ DYSP അതുപോലെ ഇപ്പോൾ സസ്പെൻഷനിലായ 2 പോലീസുകാർ ഒക്കെയാണ് സൽക്കാരത്തിനെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർ തമ്മിൽ അങ്ങേയറ്റത്തെ ബന്ധം ഉണ്ട് എന്ന് വിളിച്ചു പറയുകയല്ലേ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴ DYSPയെ ഒഴിച്ചു നിർത്താൻ ആവില്ല. ഈ ഗുണ്ടകളും പോലീസുകാരും അവർ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. മണൽ മാഫിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു, മണ്ണ് മാഫിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവൻ ലഹരി കടത്തിൽ പോലും ഗുണ്ടകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പോലീസുകാരാണെന്ന് നമുക്ക് അറിയാം. അതുകൂടി കൃത്യമായി തെളിയിക്കപ്പെടുകയല്ലേ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയിലൂടെ. കിരൺ, എന്താണ് വിശദാംശങ്ങൾ? കിരൺ, അനിൽ നമ്പ്യാർ, സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ആകുന്ന നടപടി പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തി സൽക്കാരം ഏറ്റുവാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അങ്കമാലിയിൽ ഉള്ള തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വെച്ച് നടന്ന സൽക്കാരത്തിലാണ് DYSP MG സാബു അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത്. ഈ സ്ഥലത്ത്, അതായത് ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി തന്നെ ഈ ഗുണ്ടകളുടെ വീടുകളും മറ്റും ഇവരുടെ താവളങ്ങളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഫൈസലിന്റെ വീട്ടിലേക്ക് ഒരു സ്വകാര്യ വാഹനം എത്തിയതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തത്. ഈ സമയത്ത് DYSP MG സാബു അടക്കമുള്ള ആളുകൾ ഇയാളുടെ വീടിനകത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ് സംഘത്തെ കണ്ടതോടുകൂടി തന്നെ ഇവർ വീടിനുള്ളിൽ ശുചിമുറിയിൽ ഒളിച്ചിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഏതായാലും പുറത്തു വരുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. ഈ DYSP MG സാബു വരും ദിവസം റിട്ടയർഡ് ആവാനായിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് സേനയെ വലിയ രീതിയിൽ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരിക്കുകയാണ്. നിലവിൽ വലിയ രീതിയിൽ തന്നെ, അതായത് കൊച്ചി കേന്ദ്രീകരിച്ച പലതരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് തമ്മനം ഫൈസൽ. ഇയാൾ നേരത്തെ CPM നേതാവായിട്ടുള്ള സക്കീർ ഹുസൈൻ ഉൾപ്പെട്ടിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ കേസിലടക്കം, വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇന്നലെ ഇവർ ഈ വിരുന്നിനായിട്ട് എത്തിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇടുക്കിയിൽ വിനോദസഞ്ചാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് അങ്കമാലിയിലെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യെസ്, രാജീവ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. രാജീവ്, ഗുണ്ടാ വിളയാട്ടം എല്ലാ ദിവസവും അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകലാണ് ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത് ഗുണ്ടകൾ. ആ ഗുണ്ടകൾ തന്നെ നേരത്തെ സമാനമായിട്ടുള്ള ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടു. അവരുടെ വിചാരണ, ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു കൃത്യം അതേ രീതിയിൽ വളരെ ക്രൂരമായി, വളരെ മൃഗീയമായി ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നോക്കൂ രാജീവ്, എത്രമാത്രം ഗുരുതരമായി ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു?
അതായത് ഗുണ്ട ഏത് പോലീസ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ ഗുണ്ട പോലീസ്, ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അത് നേരത്തെ തന്നെ പല ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. പലതും മറനീക്കി പുറത്തു വന്നിട്ടുള്ളതാണ് രാജീവ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഗുണ്ടകൾക്ക് എതിരെ കാപ്പ നിയമം ഉൾപ്പെടെ നിലവിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നാട് കടത്തുന്നുണ്ട്, കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഗുണ്ടകളുമായിട്ട് ഇങ്ങനെ അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ത് ചെയ്യും? ഈ പൊതുസമൂഹത്തിന്, സാധാരണക്കാർക്ക് എവിടെയാണ് നീതി ലഭിക്കുക? ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജീവ്? അനിൽ നമ്പ്യാർ, ഏതായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 1-2 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ വ്യാപകമായ ഗുണ്ട ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പമാണ് കൊലപാതകങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു. തലസ്ഥാന ജില്ലയിൽ തന്നെ 3-4 കൊലപാതകങ്ങളായിട്ടുണ്ട് ഇതിനകം. അതുമാത്രമല്ല, ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ പ്രതികൾ വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നു. അതും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുക, കാൽ വെട്ടിയെടുത്തെറിയുക, ഇതൊക്കെയാണ് തലസ്ഥാന ജില്ലയിൽ പലതവണയായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. നേരത്തെ ഈ ഗുണ്ടാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമായപ്പോൾ അദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷം തിരിച്ചെത്തി ലോക കേരള സഭയുടെ യോഗം ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഗുണ്ട ആക്രമണങ്ങൾ ചർച്ച ചെയ്യാനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നാളെയാണ് യോഗം ചേരുക. സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറമെ ADGPമാരും അതുപോലെ തന്നെ IG മാരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പേരിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ ഗുണ്ട ആക്രമണങ്ങൾ തന്നെയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുണ്ട ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് ഇന്റലിജൻസ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെങ്കിലും യാതൊരു നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. നമുക്കറിയാം, ഈ ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളുമൊക്കെയാണ് ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്നതെന്ന വിമർശനം പല തവണയായി ഉയർന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുമായി അടുത്ത ബന്ധം തന്നെയാണ് ഈ പോലീസിലെ പലരും ഇപ്പോഴും തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇപ്പോഴേതായാലും ഈ ആലപ്പുഴയിലെ DYSP തമ്പന ഫൈസൽ എന്ന ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിനെത്തിയത് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് അല്പസമയം മുമ്പ് സേനയിലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല ഗുണ്ടാ നേതാക്കളുമായും അടുത്ത ബന്ധം ഈ DYSP റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ CI റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ട്. ഉന്നത ബന്ധം തന്നെയാണ് ഈ ഗുണ്ടകൾക്ക് പല പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ളത്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ കൂടി ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. കാരണം കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഇത്തരത്തിൽ ഗുണ്ടകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ സഹായവും നൽകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം നമ്മൾ പഴയ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ സർക്കാർ ഈ ഗുണ്ടകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി യോഗം വിളിക്കുന്നു. എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകുന്നു. ഇപ്പോഴത്തെ ഓപ്പറേഷൻ ആഗ് മാതൃകയിൽ നേരത്തെയും പല വർഷങ്ങളിലും ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഗുണ്ടകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള തെരച്ചിലൊക്കെ വ്യാപകമായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ പൊതുസമൂഹം സാധാരണ രീതിയിൽ വിചാരിക്കുന്നത് ഈ ഗുണ്ടകളെ മുഴുവൻ പോലീസ് പിടികൂടി. കാരണം പോലീസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുന്നത്. ഈ തിരുവനന്തപുരം ജില്ല പരിശോധിക്കുകയാണെങ്കിൽ 150-160 ഗുണ്ടകളെയൊക്കെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു, കടുത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കണക്കുകൾ പുറത്തുവിടുന്നത് പോലീസ് തന്നെയാണ്. അപ്പോൾ പൊതുസമൂഹം വിചാരിക്കുന്നത് ഈ ഗുണ്ടകളെയൊക്കെ പിടികൂടി എന്നാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. ഈ ഗുണ്ടകളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, പിന്നീട് അവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയാണ്. ഇനി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്ന ഉപാധി വെച്ചതിന് ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുന്നു. പിന്നീട് ആഴ്ചകളോളം ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന നിബന്ധന മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അവിടെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള അടുത്ത ബന്ധം ഏറ്റവും കൂടുതൽ മറനീക്കി പുറത്തു വരുന്നത്. പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വഴിവിട്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുകയാണ്. കാരണം ഗുണ്ടകളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഈ നിബന്ധന വെച്ച് വിട്ടയച്ചാൽ പിന്നീട് ഈ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നാണ് അല്പസമയം മുമ്പ് ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ് ഇവർ സ്വാധീനിക്കുന്നത്. അത്തരക്കാർ ഈ സ്വാധീനത്തിൽ പെട്ടുപോയി ഈ ഗുണ്ടകൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ ഗുണ്ടകൾ എല്ലാ ദിവസവും എത്തി ഒപ്പിടണമെന്ന നിബന്ധനയുണ്ടെങ്കിൽ പോലും പല ഗുണ്ടകളും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് തിരിഞ്ഞു പോലും നോക്കാറില്ല. പിന്നീട് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴോ മാത്രമാണ് വീണ്ടും പോലീസ് ഇതേ നടപടികൾ തുടരുന്നത്. പിന്നെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവിമാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അതും അനിശ്ചിതമായി നീണ്ടുപോകുന്നു. ഈ പോലീസ് പലപ്പോഴും റിപ്പോർട്ടുകൾ നൽകുമ്പോൾ ജില്ലാ കളക്ടർമാർ അതിൽ വ്യക്തത തേടിക്കൊണ്ട് തിരിച്ചയക്കുകയാണ്.
തിരിച്ചയക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാറില്ല. അതിൽ തന്നെ പല ആരോപണങ്ങളും പോലീസിനെതിരെ ജില്ലാ കളക്ടർമാർ മുന്നോട്ട് വെക്കാറുണ്ട്. കാരണം കൃത്യമായ തെളിവുകളില്ലാതെയാണ് കാപ്പ ചുമത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, രേഖകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ രേഖകൾ നൽകാറില്ല. ഈ രീതിയിൽ അനിശ്ചിതമായി വൈകിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകാറുണ്ട്. ഇത് നേരത്തെ ജില്ലാ കളക്ടർമാരും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം പോലീസ് തിരിച്ച് കുറ്റപ്പെടുത്തുന്നത് ജില്ലാ കളക്ടർമാരെയാണ്. അതുകൊണ്ട് കാപ്പ ചുമത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഏതായാലും ശക്തമായ നടപടികൾ രണ്ട് ഭാഗത്തു നിന്നും ഗുണ്ടകൾക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ ഇന്റലിജൻസ് സമഗ്രമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പോലീസ് സേനയിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ഈ വഴിവിട്ട ബന്ധം പുലർത്തുന്നുണ്ട്, ഗുണ്ടകളെ ഉൾപ്പെടെ സഹായിക്കുന്നുണ്ട്, മാഫിയ ബന്ധം ഉൾപ്പെടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇവിടെയും പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അലൻബിയാർ നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഈ നവകേരള സദസ്സിൽ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. ഈ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. നിങ്ങൾ ടാർഗറ്റ് നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്, നവകേരള സദസ്സിനായി പണം കണ്ടെത്തണം, എവിടെ നിന്ന് പണം കണ്ടെത്തണമെന്ന് മാത്രം സർക്കാർ ഒരു അറിയിപ്പും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ബാറുടമകളിൽ നിന്നും അതുപോലെ തന്നെ കോറി മാഫിയയിൽ നിന്നുമൊക്കെയാണ് പണം കൈപ്പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് റിപ്പോർട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ കൈവശമുണ്ട്. കാരണം പല ഉന്നത ഉദ്യോഗസ്ഥരും 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ വാങ്ങിയെടുത്ത് നവകേരള സദസ്സിന് 1-2 ലക്ഷം കൊടുത്തതിന് ശേഷം ബാക്കി തുക പങ്കിട്ടെടുത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ എടുത്തു പറഞ്ഞാണ് പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് പോയിരിക്കുന്നത്. പക്ഷേ പണം വാങ്ങിയിരിക്കുന്നത് ബാറുടമകളിൽ നിന്നാണ്, ഈ കോറി മാഫിയയിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയിരിക്കുന്നത്. പിന്നീട് ഇവർക്ക് വഴിവിട്ട സഹായങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്തു നൽകേണ്ടി വരുന്നു. ഇത് പോലീസിൻ്റെ മാത്രം കാര്യമല്ല. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്കും അതുപോലെ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ സ്വാഭാവികമായും അഴിമതി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് ഏതെങ്കിലും ആവശ്യത്തിന് ഈ പണം നൽകിയവർ ഉദ്യോഗസ്ഥരെ തേടി എത്തുകയാണെങ്കിൽ അവർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്ത് നൽകേണ്ടി വരുമെന്നാണ് പല ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കൈവശമുണ്ടെങ്കിലും അതിൽ ഒരു നടപടിയും ഇതുവരെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇത്തരമൊരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കൈവശം എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത്. രാജീവ്, പക്ഷേ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക പോലീസ് ആസ്ഥാനത്തുണ്ട്. ആ റിപ്പോർട്ട്, ആ പട്ടിക പൊടി പിടിച്ച് കിടക്കുകയാണ്. അതിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ചിലർക്കെതിരെയൊക്കെ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. 1-2 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് പോയിട്ടില്ല. ഒരുപക്ഷെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിൽ ഗുണ്ടകളുമായിട്ട് അവിശുദ്ധ ബന്ധം ഉണ്ട്. അത് താഴെത്തട്ടിലുള്ള പോലീസുകാർക്കും അറിയാം. മുകളിലിരിക്കുന്നവർക്ക് ഇതാകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഗുണ്ടകളുമായിട്ടുള്ള സഹവാസം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെയാണ്, അവർക്ക് ഗുണ്ടകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കുമാവാം, ഞങ്ങളിലേക്ക് ഒരു കാരണവശാലും അന്വേഷണം എത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഈ പോലീസുകാർക്കുണ്ടാവുമല്ലോ. ഒരു കാര്യം കൂടി, ഈ MG സാബുവിൻ്റെ പശ്ചാത്തലം എന്താണ്? നേരത്തെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേസുകളിൽ പെട്ട ആളാണോ അദ്ദേഹം? അലൻബിയാർ ഏതായാലും സർക്കാരുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് MG സാബു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചതായി നിലവിൽ അറിവില്ല. പക്ഷേ സർക്കാരുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ്. തന്ത്രപ്രധാനമായ പല സ്ഥാനങ്ങളും സർക്കാർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വിരമിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അവധിയിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്നു. ഇതിനിടെയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത്. വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അവധിയിൽ പ്രവേശിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗുണ്ടകളുമായും മറ്റ് മാഫിയ സംഘങ്ങളുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായാലും മറ്റ് ഏത് തലത്തിൽ നിന്നായാലും എല്ലാ സഹായങ്ങളും ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ പല ഉദ്യോഗസ്ഥർക്കും ഇന്ന് സേനയിൽ നിന്ന് വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അവരെ അപ്രധാന തസ്തികകളിലേക്ക് ഒതുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കൊല്ലത്ത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥൻ ഇന്ന് നാർക്കോട്ടിക്സിൽ DYSP ആയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അത്തരമൊരു ഗതികേടാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസുകൾ എടുക്കുന്നു. മറ്റു പല ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളും ഇതേ രീതിയിൽ തന്നെയുണ്ട്. സമാനമായ അവസ്ഥയിൽ കൂടി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത്. സർക്കാരിന് എതിരായി നിൽക്കുകയോ അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമില്ലാത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുന്നു. പക്ഷേ ഇത്തരം ഉദ്യോഗസ്ഥർ ഗുണ്ടകളുമായി അടുപ്പം പുലർത്തുകയും മാഫിയ സംഘങ്ങളുമായി അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാ സഹായങ്ങളും തുടർച്ചയായി ലഭിക്കുന്നു. അദ്ദേഹം ഈ വിരമിക്കുന്നതിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. നേരത്തെയും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്റലിജൻസ് യെസ് രാജീവ്, ഞാൻ വരാം. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫും ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അത് പുത്തരിയൊന്നുമല്ല, അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ എങ്കിലും നോക്കൂ, ഗുണ്ടാ വിളയാട്ടം അരങ്ങ് വാഴുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഗുണ്ട അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലുമില്ല.
അവിടെയാണ് ഇപ്പോൾ ഒരു ഗുണ്ടാ നേതാവിൻ്റെ, കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ അയാൾ സംഘടിപ്പിച്ച വിരുന്നിൽ ഒരു DYSP പങ്കെടുത്തിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ജോർജ് ജോസഫ്? കേരളത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ ഇത്രയും വഷളായതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ സജീവമായി എല്ലാ രംഗത്തുമുണ്ട്. ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ആയാലും ശരി, ക്വാറി മാഫിയയുടെ ആയാലും ശരി, മണ്ണ് കടത്തുന്നതിലായാലും ശരി, അതുപോലെ മണൽ കടത്തുന്നതിലായാലും ശരി, സംസ്ഥാനത്തിൻ്റെ എല്ലാ രംഗത്തും ഇവർ അവരുടെ പത്തി ഉടർത്തി ആടുകയാണ്. കാരണം അവരെ ഒന്നും തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇപ്പം സർക്കാരിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം തന്നെ. ഇപ്പം തന്നെ നമ്മൾ സർക്കാരിൻ്റെ പല പോസ്റ്റുകളിൽ ഇരുന്ന ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന്, ആ ഫൈസൽ, സ്തംഭനം ഫൈസൽ എന്ന് പറഞ്ഞ കുപ്രസിദ്ധനായ ഗുണ്ടയുടെ വീട്ടിൽ എന്തിനാണ് ഒരു DYSP വരേണ്ട ഒരു ആവശ്യം? അയാൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പോ എപ്പോഴായിക്കോട്ടെ. അപ്പോൾ ഒരു അവിശുദ്ധ ബന്ധം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് അയാൾ മാത്രമല്ല, ഇയാൾ തീർച്ചയായിട്ടും പല ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അതൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല. അതൊക്കെ രഹസ്യമായി. അവിടുത്തെ അങ്കമാലി SI വന്നപ്പം ഇത്ര സീനിയറായ DYSP ആണ്, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അവിടെ ബാത്റൂമിനകത്ത് കയറി ഒളിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഗുണ്ടയുടെ വീട്ടിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്തതല്ലേ, അയാൾ ആതിഥ്യം സ്വീകരിക്കാൻ പാടില്ലാത്തതല്ലേ? സമൂഹത്തിൽ ഇവരെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം കൂടെ ഒറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തായാലും പോലീസിന് വലിയ ക്ഷീണമായി ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഇത്ര സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഗുണ്ടകളുടെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ ലോക്കൽ SI കണ്ടപ്പോൾ ഒളിക്കുകയും ചെയ്യുന്നത് കള്ളത്തരം എത്രത്തോളം അതിനകത്ത് ആഴ്ന്ന് കിടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. അതുതന്നെയല്ല, നമുക്ക് കേരളത്തിലെ ഈ സർക്കാർ വന്ന ശേഷം ഞാൻ സർക്കാരിനെ ചില സന്ദർഭത്തിൽ അഭിനന്ദിക്കും. കാരണം 59 പേരെ പിരിച്ചുവിടാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 DYSPമാരെ പിരിച്ചുവിട്ട ഓർമ്മയുണ്ടാവുമല്ലോ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്പ്യാർക്ക് അത് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഓം പ്രകാശും എൻ്റെ പുത്തമ്പാലൻ രാജേഷിൻ്റെയും അടുപ്പമുള്ള 2 DYSPമാരെ പിരിച്ചുവിട്ടി സർക്കാർ. അവർ തമ്മിലുള്ള 2 ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നം മുട്ടടയെ പോയി അവരുടെ വീട്ടിലിരുന്ന് ഒത്തീർപ്പ്. ഇവിടെ നാട്ടുകാരുടെ പ്രശ്നമല്ല, അവരെ 2 പേരുടെ പ്രശ്നമാണ്, ഗുണ്ടകളുടെ. ആ അവിശുദ്ധ ബന്ധം തന്നെയായിരുന്നു. ഏതായാലും സർക്കാർ അവർ 2 പേരെയും പിരിച്ചുവിട്ടു. ഏതായാലും 10-22 പേരെ ഇതുവരെ പിരിച്ചുവിട്ടിരിക്കണു. സർക്കിൾ ഇൻസ്പെക്ടർമാർ കുറേ പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതുപോലെ പലരും പിരിച്ചുവിടലിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഇനി അവരുടെ അടുത്തൊന്നും സോഫ്റ്റ് കോർണർ കാണിക്കാൻ പാടില്ല. കാരണം പോലീസിലെ ഇമേജ് കളയുന്ന പ്രവൃത്തികളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ കുടുംബത്തിനെ അവരെ ഒന്നും വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കണ്ട. സത്യസന്ധന്മാരായ നല്ല കൃത്യമായ ജോലി ചെയ്യുന്നവരും കൈക്കൂലി വാങ്ങാത്തവരും ഈ മദ്യപിച്ച് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും നമുക്ക് വേണ്ട. കാരണം അതുകൊണ്ടാണ് ഈ ഗുണ്ടകളെല്ലാം ഇതുപോലെ വിളയുന്നത്. കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് മുമ്പ് നമുക്കറിയാം, കരമന വെച്ച് ഒരാളെ അടിച്ചു ഇടിച്ചും ചവിട്ടിയും കൊല്ലുന്ന രംഗം നമ്മൾ TV കണ്ടു. അത് ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു 4-5 പ്രതികളാണ് വേറൊരു മർഡർ കേസ് ഇതുപോലെ ഒരാളെ പീഡിപ്പിച്ച് കൊന്നതിൻ്റെ ആ മർഡർ കേസ് ജാമ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഈ കൊലപാതകം നടത്തുന്നത്. അവർക്ക് പോലീസിനെ ഭയമില്ല. പോലീസിനെ ഭയക്കണം. കുറ്റം ചെയ്യുന്നവരെ പോലീസിനെ ഭയക്കണം. അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എത്ര രാഷ്ട്രീയ സ്വാധീനമോ എന്ത് സാമ്പത്തിക സ്വാധീനമോ ഉണ്ടായാലും ശരി അവരെ പിടിച്ചിരിക്കുമെന്ന് എന്ന് മനസ്സിലാകണം ഗുണ്ടകൾക്ക്. ഇപ്പം തന്നെ അങ്കമാലി SI നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അയാളുടെ ഒരു ടൈമിൽ അയാളത് വാച്ച് ചെയ്യുന്നുണ്ട്. തമ്മനം ഫൈസലിൻ്റെ വീടും പരിസരവും അയാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കാറ് വന്നു, ആ കാറിനകത്തുനിന്ന് 3-4 പേര് അകത്ത് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു. പക്ഷേ DYSP ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് സസ്പെൻഷനോ അദ്ദേഹത്തിന് നടപടി ഇപ്പം വരാത്തത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർക്കെതിരായിട്ട് നടപടി വന്നു കഴിഞ്ഞു. ഏതായാലും ഇപ്പം നാളെ മുഖ്യമന്ത്രിയും അതുപോലെ DGPമാരും DGPയും അഡീഷണൽ DGPമാരും IG മാരും ഉൾപ്പെടെയുള്ള ഈ ഗുണ്ടാ വിളയാട്ടം തടയാനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ്. ഗുണ്ടകൾ അവിടെ നിൽക്കട്ടെന്ന് ഞാൻ പറഞ്ഞു. ഗുണ്ടകളുമായി അവിശുദ്ധ ബന്ധമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാ റാങ്കിലും ഉണ്ട്. അവരെ ദയവായിട്ട് പിരിച്ചുവിടുക. ഇത് ശാന്തമാകും. ഗുണ്ടകൾ അനങ്ങില്ല പിന്നെ. കാരണം ഇവരുടെ പലരെ ഉപദേശം കൊണ്ടും ഇവരുടെ പലരെ ഒക്കെ സാമ്പത്തിക സഹായം അവർ വാങ്ങിച്ചിട്ട് ഇവർക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പോലീസിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥ അവർ പോലീസ് പണി മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവർ മണൽ മാഫിയയുടെ ഭാഗമാകുന്നു, അവർ ക്വാറി മാഫിയയുടെ ഭാഗമാകുന്നു, ലഹരിക്കടത്തിൻ്റെ ഭാഗമാകുന്നു.
അങ്ങനെയാണല്ലോ ഈ ഗുണ്ടകളുമായിട്ടൊക്കെ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അല്ലേ, ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഗുണ്ടകളുടെ ആവശ്യമുണ്ട്. സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടും ഇടുന്നു. അങ്ങനെയാണല്ലോ പലപ്പോഴും ഇവർ തമ്മിലുള്ള ആ ബന്ധം അത് സുദൃഢമാകുന്നത്. അല്ലേ, പിന്നെ ഒരിക്കലും ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും സംജാതമാകുന്നു. അതുകൊണ്ടാണല്ലോ ഈ സാബുവിന് അവിടെ അങ്കമാലി SI സ്ഥലത്തെത്തിയപ്പോൾ ഓടി ഒളിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ DYSP സാബുവിന്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഇത് ഇപ്പോൾ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് DIGമാർ, അതുപോലെ IGമാർ, ADGPമാർ ഒക്കെ ഇങ്ങനെ ഗുണ്ടകളുടെയും അതുപോലെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെയൊക്കെ വസതിയിൽ അവരുടെ പിന്നെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടി പോയ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ തന്നെ പോയവർ, നമ്മുടെ പഴയ DGP അടക്കം IG അടക്കം ഉൾപ്പെടെയുള്ളവരൊക്കെ വീട്ടിൽ സ്ഥിരം സന്ദർശകരായിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കൂ, മേൽത്തട്ടിലിരിക്കുന്നവർക്ക് എന്തുമാവാം, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായിക്കൂടാ, അങ്ങനെ ചിന്തിക്കുന്ന പോലീസുകാരും ഇല്ലേ? ധാരാളം പേരുണ്ട് അങ്ങനെ. കാരണം അവർക്കെതിരായിട്ടൊന്നും നടപടി വരുന്നില്ലല്ലോ. ഗവൺമെൻറ്റിലുള്ള സ്വാധീനം കൊണ്ട് അവരെ മനുഷ്യമാവങ്ങളുടെ തീർച്ചയായിട്ടും അത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാളുടെ ഒഫീഷ്യൽ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നല്ല ഡിസിപ്ലിൻ ഉണ്ടാകണം. കാരണം ഭാര്യയും മക്കളും മാത്രം അവർക്ക് ഉള്ളൂ. വെളിയിൽ മറ്റു രീതിയിലൊന്നും അവർക്ക് ആഹ്ലാദിക്കാനോ സഞ്ചരിക്കാനോ ഒന്നും സമയമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്. അത് കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച പോലെ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നടത്തി നമ്മുടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിജിലൻസ് എത്രയോ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. 2.5 കോടി 3 കോടിയൊക്കെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനൊക്കെ സാഹചര്യം എങ്ങനെയാണ്? ഇതിനൊക്കെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാമ്പത്തികമായ ഇവരുടെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും അത് DGPമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിൻ്റെ എല്ലാ തലത്തിലിരിക്കുന്നവർ അത്ര വലിയ വീട് വെച്ചിരിക്കുന്ന കോൺസ്റ്റബിൾ മുതൽ അത് ADGP അല്ലെങ്കിൽ DGP വരെയുള്ളവരാണെങ്കിലും ശരി, അതേപ്പറ്റി അന്വേഷണം നടത്തണം. ഇൻവേരിയബിളി അത് അന്വേഷിക്കണം. അത് തന്നെയല്ല, നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ DYSP എന്തായാലും അയാൾ റിട്ടയർ ചെയ്യാൻ പോയാലും ശരി പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. കാരണം നേരത്തെയുള്ള 2 DYSPമാർ ഓം പ്രകാശിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് 2 പേരെ അന്നേരം പിരിച്ചുവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ പോലെ തന്നെ ഓം പ്രകാശിനെ പോലെ തന്നെ ഒരു ഗുണ്ടയായ വ്യക്തിയുടെ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ കാണുന്നത്. അപ്പം പിരിച്ചുവിട്ടല്ലേ പറ്റുള്ളൂ. നേരത്തെ ഇൻസിഡൻറ്റ് അങ്ങനെയല്ലേ? അതുകൊണ്ട് അതിനൊരു മനുഷ്യത്വം ഒന്നും കാണിക്കാൻ പാടില്ല. ഇവർ ഈ രീതിയിൽ വളർന്ന് ഈ പോലീസിനകത്ത് ഇരുന്ന് സർവ്വ രീതിയിലുള്ള അവരുടെ അവരുടെ സർവ്വ രീതിയിലുള്ള ഗുണഗണങ്ങളും അവർ നേടിക്കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. ആരായാലും ശരി, എപ്പോൾ റിട്ടയർ ചെയ്യാൻ പോയ തലേദിവസം ആയാലും ശരി പിരിച്ചു വിട്ടേ പറ്റുള്ളൂ. കാരണം അതുപോലെ 86C അനുസരിച്ച് പോലീസ് ആക്ട് 86C അനുസരിച്ച് മെൻ്റലി ഫിസിക്കലി അതുപോലെ ബിഹേവിയറലി അൺഫിറ്റായ ആൾക്കാരെ പിരിച്ചുവിടും 86C അനുസരിച്ച്. അതിന് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അത് തന്നെയല്ല, മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഞാൻ വളരെ ശ്രദ്ധയോടെ അത് കേട്ടിട്ട് 1/10/2022 കഴിഞ്ഞ 2022 അദ്ദേഹം പറഞ്ഞു, ഈ കളങ്കിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും, പിരിച്ചു വിടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 2022. അതിനുശേഷം കുറച്ച് പേരെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നു. നടപടികൾ സുഖമായി പോട്ടെ. കാരണം ഇനി അതിനായിട്ട് നമ്മുടെ കൺട്രോൾ വിട്ടുപോയി. കേരളത്തിലെ സാമൂഹ്യമായി നമുക്ക് ഒരു സുരക്ഷിതത്വമില്ല. ദൈനംദിന എത്രമാത്രം ആൾക്കാരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതും പിടിക്കുന്നത്. ഒരു ഭയവുമില്ല. ഗവൺമെൻറ്റിനെ ഇല്ല, ഇവിടുത്തെ പോലീസിനെ ഇല്ല. അധികാരികളെ തീർച്ചയായിട്ടും ഭയപ്പെടണമല്ലോ. ഈ ലോലെസ്നെസ് നമുക്ക് കുറയ്ക്കണ്ടേ? അത് തന്നെയല്ല, ഇപ്പം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. വീടുകളിലെ നമുക്കറിയാം, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. അതുപോലെ ഭാര്യ ചിലപ്പം ഭർത്താവിനെ കൊല്ലുന്നു, അപ്പനമ്മമാർ പ്രായമുള്ളവരെ മക്കൾ കൊല്ലുന്നു. എന്തൊരു ലോകമാണ് കേരളത്തിൽ. ഇന്ത്യയിലെങ്ങും ഞാൻ ഇത് കാണുന്നില്ല. വല്ലപ്പോഴും ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലുണ്ടാകുന്ന ഇത് ദൈനംദിനം ഓരോ കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഉണരണം. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ ചെയ്യണം. എല്ലാ കാര്യത്തിലും ഇടപെടണം അവർ. നമുക്കറിയാമല്ലോ സിദ്ധാർത്ഥൻ്റെ ആ കൊലപാതകം നമ്മൾ കണ്ടു. കൊലപാതകം എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഇതൊക്കെ കൺട്രോൾ വിട്ടുപോയ കാര്യങ്ങൾ. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ
നല്ല പിന്തുണ കൊടുത്തിട്ട് വേണം നമുക്ക് ഓരോ കാര്യത്തിലും പോലീസ് നമ്മൾ വിളിക്കുമ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നത്. അങ്ങനല്ല പോലീസിൻ്റെ ജോലി. പോലീസ് ഓലോസ്നെസ്സോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അങ്ങോട്ട് പോകണം, ആരും വിളിക്കണ്ട, അറിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. ആ ഒരു നിലവാരത്തിൽ പണ്ട് അങ്ങനെയായിരുന്നു. ആ നിലവാരത്തേക്ക് വീണ്ടും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ പോകണം. എല്ലാ കാര്യത്തിലും അവർ ഇടപെടണം. ആരോപണമൊക്കെ വരും, അതവിടെ കിടക്കട്ടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അറിഞ്ഞാൽ ഉടനെ അവിടെ പോകണം, മിന്നൽ വേഗത്തിൽ പോയി ആ പ്രശ്നത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ അവിടെ ഒരു കൊലപാതകം ഉണ്ടാവും, ഒരു അടിപിടി ഉണ്ട്. എത്ര അടിപിടിയാണ് ഒരു ദിവസം? ഒരു 100-300 അടിപിടി ഞാൻ ഒരു ദിവസം പല ചാനലിൽ കൂടെ കാണുകയാണ്. എന്തെല്ലാം പ്രശ്നം! റോഡിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ചവിട്ട് അങ്ങോട്ട് 10, 15, 16 വയസ്സുള്ള മറ്റേ അവൻ്റെ കൂട്ടുകാരനെ അടിച്ചു വീഴ്ത്തിയിട്ട് അവരെ പുറത്തോട്ട് കയറി ചവിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ സിനിമയിൽ നിന്നല്ലേ വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നമ്മൾ ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം അത് സെൻസർ ബോർഡ് ഇതുപോലെയുള്ള വയലൻസ് കാണിക്കുന്നതിലും തീർച്ചയായിട്ടും അത് കുട്ടികളെല്ലാം അതാണ് ജീവിതം, അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ ചിന്തിച്ചിരിക്കുകയാണ് കുട്ടികളെല്ലാം. അത് മാത്രമല്ല, ഗുണ്ടകളെ വിശുദ്ധന്മാരാക്കുന്ന റീലുകളും ഇറക്കുന്നുണ്ട്. അതിന് പിന്നിൽ ഈ ഗുണ്ടകൾ തന്നെയാണ്. ഈ തമരം ഫൈസലിൻ്റെയൊക്കെ റീലുകൾ ആള് എന്തോ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അയാൾ തന്നെ അയാളെ അവതരിപ്പിക്കുന്ന വീഡിയോകൾ, അതുപോലെ റീൽസ് ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ വരാം. BJP സംസ്ഥാന വക്താവായിട്ട് TS ഉല്ലാസ് ബാബു ചേരുന്നു. ശ്രീ ഉല്ലാസ് ബാബു, ഗുണ്ടകളെ എങ്ങനെ അമർച്ച ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ സുചിന്തിതമായി കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ഈ വൈകുന്നേരമാണ്, ഈ സായാഹ്നത്തിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത്. അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുത്ത 2 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. DYSPയുടെ ഡ്രൈവർ, അതുപോലെ AR ക്യാമ്പിലെ പോലീസുകാരൻ. DYSP ആലപ്പുഴ DYSP MG സാബുവിനെതിരെ ഒരുപക്ഷെ നടപടി വന്നേക്കാം. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇരിക്കുകയാണ്. ഈ 31-ന് വിരമിക്കുമെന്നാണ് അറിയാൻ പറ്റുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസ് നാളെയോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയയപ്പ് സംഘടിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി കെട്ടിയ പന്തൽ ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉല്ലാസ് ബാബു എങ്ങനെ കാണുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്തതാണ്. ഉല്ലാസ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.